പുതുതായി ചുമതലയേറ്റ ഓസ്ട്രേലിയൻ കോൺസൽ ജനറൽ സിലൈ സാക്കിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി നിയമസഭാ സ്പീക്കർ എൻ ഷംസീറുമായി കൂടിക്കാഴ്ച നടത്തി. തലശ്ശേരിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ വിദ്യാഭ്യാസ, വ്യവസായ മേഖലകളിൽ കേരളവുമായി കൂടുതൽ സഹകരിക്കാൻ ഓസ്ട്രേലിയ തയ്യാറാണെന്ന് സിലൈ സാക്കി സ്പീക്കറെ അറിയിച്ചു. Which includes Kerala as part of my remit. This was my first visit to these parts of Kerala, particularly Wayanad, Calicut and Kannur. It was very pleasing for me to visit Wayanad and see the work that's been going on since those devastating landslides in 2024. The Australian government has funded a direct aid project which was looking at soil rehabilitation and how we can prevent erosion and further landslides into the future with the Kerala Agricultural University. It was great to also see the rehabilitation works that have gone on, including the houses that have been built by the government of Kerala. We know there's an election coming up in Kerala and we look forward to working closely with the government post-election so that we can build deeper ties between Australia and the state of Kerala. പ്രധാനമായും ആരോഗ്യമേഖലയിലെ തൊഴിൽ സാധ്യതകൾ ചർച്ചാ വിഷയമായി. കേരളവും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കിയെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ഓസ്ട്രേലിയൻ കൗൺസിൽ ജനറൽ സിലൈ സാക്കി ഇന്ത്യയിൽ സന്ദർശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവർ കേരളവും സന്ദർശിക്കുന്നുണ്ട്. കേരളവുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ഓസ്ട്രേലിയയുടെ വിവിധ ഫണ്ടിങ് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടൊക്കെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിക്കാനാണ് സിലൈ സാക്കി ഇവിടെ വന്നത്. അവർ വയനാട് സന്ദർശിച്ചു. ഒപ്പം വയനാട്ടിലെ ലാൻഡ്സ്ലൈഡ് ഏരിയ വിസിറ്റ് ചെയ്തു. അവിടുത്തെ ടൗൺഷിപ്പ് പ്രോജക്റ്റുകളൊക്കെ അവർ കണ്ടു. ടൗൺഷിപ്പ് പ്രോജക്റ്റുകൾ കണ്ടവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയും ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് സർക്കാരിന് സാധിച്ചില്ല. അദ്ദേഹം സർക്കാരിനുള്ള നന്ദി എന്നെ അറിയിച്ചു. ഒപ്പം ഇനി ഏതൊക്കെ സെക്ടറിനകത്താണ് സഹകരിക്കാൻ സാധിക്കുക, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഏതൊക്കെ സെക്ടറിനകത്ത് സഹകരിക്കാൻ സാധിക്കുമോ അതിലൊക്കെ സഹകരിക്കാൻ തയ്യാറാണെന്നും അവർ സൂചിപ്പിച്ചു. അപ്പോൾ ആഫ്റ്റർ ഇലക്ഷൻ പുതിയൊരു സർക്കാർ വന്നാൽ അവർ വീണ്ടും വരും. തുടർന്ന് ഏതൊക്കെ സെക്ടറിനകത്ത് സഹകരിക്കാൻ സാധിക്കുമോ അതിനെല്ലാമുള്ള സഹായമാണ് അഭ്യർത്ഥിച്ചത്. ഒപ്പം തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററും ഗുണ്ടഡ് മ്യൂസിയം അവർ സന്ദർശിക്കും. തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലെ ഇൻസർ എന്ന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ പഠനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അവരെ ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ കാര്യവും MCC ഡയറക്ടർ ഡോക്ടർ സതീശൻ സുബ്രഹ്മണ്യൻ സംസാരിക്കും എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സീനിയർ അഡ്വൈസർ ജാനകി ശ്രീറാം, സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി SK അർജുൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.